വെൽക്കം ടു യശോദ് ഹൈജു പ്ലാറ്റ്ഫോം. നമ്മളിപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ ലാബ് അസിസ്റ്റൻ്റ് ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡേ വൺ ടൈം ടേബിൾ അനുസരിച്ച് ഫിസിക്സിൻ്റെ ടോപ്പിക്ക് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡായി. അടുത്തത് കെമിസ്ട്രി. ഈ വീഡിയോയിൽ പറയുന്ന കെമിസ്ട്രിയിലെ ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇപ്പോൾ നോക്കുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഏതിലെയാണ്? നമ്മൾ +1 കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള പാഠത്തിൽ നമ്മൾ കുറച്ച് സബ് അറ്റോമിക് പാർട്ടിക്കിൾസും അങ്ങനെ ആറ്റത്തിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യം എന്താണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ റെഫറൻസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ടെലഗ്രാമിൽ, നോക്കുക. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ടത്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് മാത്രം നമുക്ക് പറഞ്ഞു പോകാം. സോ ഒന്നാമത്തെ എന്താണ്? ആറ്റംസ് ആർ ദി ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. ആറ്റംസ് ആർ ദി ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ആറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ദ വേർഡ് ആറ്റം ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് അറ്റോമിയോ വിച്ച് മീൻസ് അൺകട്ടബിൾ ഓർ നോൺ ഡിവിസിബിൾ. അല്ലേ? ആറ്റം എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡായ അറ്റോമിയോ, ടോമിയോ, അറ്റോമിയോ, അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താണ്? അൺകട്ടബിൾ അല്ലെങ്കിൽ നോൺ ഡിവിസിബിൾ എന്നാണ് അർത്ഥം. ഇനി അറ്റോമിക് തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരാണ്? ജോൺ ഡാൾട്ടൺ. അറ്റോമിക് തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹത്തിൻ്റെ തിയറിനെ പറയുന്നത് തന്നെ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്നാണ് പറയുന്നത്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ. ആറ്റംസ് ആർ ദി ഫണ്ടമെൻ്റൽ ബിൽഡിങ്സ് ഓഫ് മാറ്റർ, ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് മാറ്റർ. പിന്നെ ആറ്റം എന്ന് പറയുന്നത് ഏതിൽ നിന്നാണ്? അറ്റോമിയോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അൺകട്ടബിൾ അല്ലെങ്കിൽ നോൺ ഡിവിസിബിൾ. പിന്നെ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി, അല്ലേ? ഫസ്റ്റ് അറ്റോമിക് തിയറി ഓഫ് മാറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇനി ആറ്റംസ് ആർ മേഡപ്പ് ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ആറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൽ അടുത്ത് പറയുന്നത് ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഇലക്ട്രോൺ ഡിസ്കവറിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ 1830 മൈക്കൽ ഫാരഡെ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ഇലക്ട്രോലിറ്റിക് സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് പോകുമ്പോൾ ആ സൊല്യൂഷനകത്ത് സർട്ടൻ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതായിട്ടും അതിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിൽ സർട്ടൻ മാറ്റർ, ചില മെറ്റീരിയൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട്, ലിബറേറ്റ് ചെയ്യുന്നതും ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയുടെ ഒരു പെർട്ടിക്കുലേറ്റ് നേച്ചറാണ് പറയുന്നത്. അതിനുശേഷം 1850s ഒക്കെ ആയപ്പോഴേക്കും പുതിയൊരു എക്സ്പെരിമെന്റ് വന്നു, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. അത് പാർഷ്യലി ഇവാക്യുവേറ്റഡ് ആയിട്ടുള്ള ട്യൂബ്സ് ആണ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ്. ഈ ട്യൂബിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്യൂബ് എങ്ങനെയാണെന്ന് അറിയാമോ? ഗ്ലാസ് ട്യൂബ് ആണ്, വിച്ച് ഈസ് മേഡ് ഓഫ് ഗ്ലാസ് മെറ്റീരിയൽ. പിന്നെ ഇതിനകത്ത് 2 തിൻ ആയിട്ടുള്ള മെറ്റൽ പീസസ് വെച്ചിട്ടുണ്ട്. അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് കാഥോഡും രണ്ടാമത്തെ മെറ്റൽ പീസ് ആനോഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഈ ട്യൂബിന്റെ കണ്ടീഷൻ പഠിച്ചു വെക്കുക. വെരി ലോ പ്രഷറും വെരി ഹൈ വോൾട്ടേജും ആണ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്, ഈ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ PSCക്ക് വരാനിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് മേ ബി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം. ഇതിനകത്തെ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിനകത്തെ പ്രഷറിന്റെയും ടെമ്പറേച്ചറിന്റെയും കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് 4 ഓപ്ഷൻ തരാം. ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ. അടുത്ത ഓപ്ഷൻ ബിയിൽ വരാം ഈക്വൽ പ്രഷർ, ഈക്വൽ ടെമ്പറേച്ചർ. ഓപ്ഷൻ സിയിൽ വരാം ഹൈ പ്രഷർ, ഹൈ ടെമ്പറേച്ചർ. ഓപ്ഷൻ ഡിയിൽ വരാം ലോ പ്രഷർ ആൻഡ് ഹൈ വോൾട്ടേജ്. ഏതാണ് ഇതിൽ കറക്റ്റ്? ഓപ്ഷൻ ഡി, ലോ പ്രഷർ. വെരി ലോ പ്രഷറും വെരി ഹൈ വോൾട്ടേജും ആണ് ഇതിനകത്ത് വരുന്ന കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാണ് നമ്മൾ? സർട്ടൻ ഇതിനകത്ത് നമ്മൾ പ്രഷറൊക്കെ വാക്യൂം പമ്പ് യൂസ് ചെയ്തിട്ട് പ്രഷർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സാറ്റിസ്ഫൈഡ് എമൗണ്ട് ഓഫ് റിക്വയർഡ് എമൗണ്ട് ഓഫ് ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് കാഥോഡിൽ നിന്ന് സർട്ടൻ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കറണ്ട് എന്ത് ചെയ്യാണ്? കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് പാസ് ചെയ്ത് പോകുന്നു. എന്നിട്ട് ഇതിന്റെ ഒരു മോഡിഫൈഡ് വെർഷനായിട്ട് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ആനോഡില്ലേ, വലതുവശിരിക്കുന്ന ആനോഡ്, ഈ ആനോഡിൽ ചില ഹോൾസും കൂടി ഉണ്ടാക്കണം. അതായത്
കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് തന്നെയാണോ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ആനോഡിൽ സർട്ടൻ ഹോൾസ് ഉണ്ടാക്കി വെച്ചു. മാത്രമല്ല ഈ ആനോഡിന്റെ ബാക്ക് ഹോൾസ് ഉണ്ടാക്കി ആനോഡിന്റെ പുറകുവശത്തായിട്ട് ട്യൂബിൽ എന്ത് ചെയ്തു, സർട്ടൻ മെറ്റീരിയൽ, ഈ ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്യുകയും കൂടെ ചെയ്തു. അതും കൂടി ചെയ്തപ്പോഴേക്കും എന്ത് പറ്റി, ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തപ്പോൾ ഈ കറണ്ട് എവിടെ നിന്ന് ഫ്ലോ ചെയ്തു, കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് ഫ്ലോ ചെയ്തു. എന്നിട്ട് ഇതിന്റെ ഈ ആനോഡ് വരെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഹോൾസ് ഉണ്ടല്ലേ, ആ ഹോൾസിനെ തുളച്ച് അത് നമ്മുടെ ട്യൂബിന്റെ അങ്ങറ്റം പോയി ഹിറ്റ് ചെയ്തപ്പോൾ അവിടെ ആരുണ്ട്, ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ ആയിട്ടുള്ള സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ തട്ടിയിട്ട് അവിടെ ബ്രൈറ്റ് സ്പോട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കി ഫ്ലോ ഓഫ് കറണ്ട് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഈ എക്സ്പെരിമെന്റിന്റെ റിസൾട്ടുകളും കൂടി നോക്കി വെക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ വരുന്ന 1, 2, 3 എന്താണ് ചില റിസൾട്ടുകളൊക്കെ. അപ്പോൾ ഇവിടുത്തെ റിസൾട്ടുകൾ എന്താണ്, ഒന്ന് കാഥോഡിൽ നിന്നും ആനോഡിലോട്ട് സംതിങ് ഉണ്ടായി അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞില്ല, ആ ഉണ്ടായ റേസിനെ കാഥോഡ് റേസ് എന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഈ കാഥോഡ് റേസ് കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആനോഡിലോട്ട് മൂവ് ചെയ്തു എന്നതാണ് ഫസ്റ്റ് റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഉണ്ടായ കാഥോഡ് റേസിന് വിസിബിളായി നമുക്ക് കാണാൻ കഴിയത്തില്ല, ദേ ആർ നോട്ട് വിസിബിൾ. പക്ഷെ അവരുടെ ബിഹേവിയർ നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, ചില സർട്ടൻ മെറ്റീരിയൽസിൽ അവരുടെ ബിഹേവിയർ എന്താണ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഫോസ്ഫോറസെന്റ് മെറ്റീരിയൽ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്തതിന് ശേഷം ഈ കാഥോഡ് റേസിനെ വിട്ടപ്പോഴത്തേക്ക് എന്ത് പറ്റി, അവിടെ സ്പോട്ടുകൾ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് അവരുടെ അങ്ങനെ ഒരു സംഭവം അങ്ങോട്ട് മൂവ് ആയി എന്നുള്ള ബിഹേവിയറൽ എന്താണ് നോളേജ് നമുക്ക് കിട്ടും. അല്ലാതെ അതിനെ നമുക്ക് ക്ലിയർലി കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ടെലിവിഷനിൽ പിക്ചർ വരുന്നതൊക്കെ ഈ കാഥോഡ് റേ ട്യൂബ്സ് വെച്ചിട്ടാണ്. അടുത്ത മൂന്നാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് in the absence of electrical or magnetic field, these rays travel in straight lines. ഇവര് ഈ കാഥോഡിൽ നിന്നും ആനോഡിലോട്ട് പോകുന്ന കാഥോഡ് റേസിന് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ, എന്തെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും അവരെ ശല്യം ചെയ്യാതിരിക്കുന്നത് വരെയും എന്താണ്, ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിന്റെയോ മാഗ്നറ്റിക് ഫീൽഡിന്റെയോ പ്രസൻസ് ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാത്തിന്റെ ആബ്സെന്റ് കണ്ടീഷനിലാണെങ്കിൽ ഇവർ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്താണ്, ഓക്കെ, ഒന്നാമത് ഇപ്പൊ കഴിഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ, ഒന്നാമത് പറഞ്ഞത് കാഥോഡ് റേസ് ഉണ്ടാവുന്നത് കാഥോഡിൽ നിന്നാണ്, എന്നിട്ട് ആനോഡിലോട്ട് മൂവ് ചെയ്യുന്നു. രണ്ടാമത് പറഞ്ഞത് അവരെ നമുക്ക് അത് വിസിബിൾ അല്ല, പക്ഷെ അവരുടെ ബിഹേവിയർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. മൂന്നാമത് പറഞ്ഞത് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡിന്റെയൊക്കെ ആബ്സെൻസിൽ ഇവർ എങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. നാലാമത് പറഞ്ഞത് ഇനി ഇലക്ട്രിക് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ ഇവരുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് കാണിക്കുന്നത് എന്താണോ അതുപോലെയൊക്കെ അതിൽ നിന്ന് അവർ കാണിക്കാൻ സാധ്യതയുള്ള ബിഹേവിയർ എന്താണോ അതൊക്കെയാണ് ഇവരും കാണിക്കുന്നത്. സോ അതിൽ നിന്നൊക്കെ ഇവർ മനസ്സിലാക്കി എന്താണ്, ഈ ഉണ്ടായ കാഥോഡ് റേസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്, അതിനെ ഇലക്ട്രോൺസ് എന്ന് വിളിക്കപ്പെട്ടു. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ്, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. ഇനി പറയാമല്ലോ അത് ഇലക്ട്രോൺസ് ആണ് ഈ കാഥോഡ് റേസ് എന്നുള്ളത്. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മെറ്റീരിയൽ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് പ്രസന്റ് ഇൻ ദ കാഥോഡ് റേ ട്യൂബ്. ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ലോ പ്രഷർ ഹൈ വോൾട്ടേജ് പറഞ്ഞില്ലേ, അതുപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഉണ്ടായ നമ്മുടെ കാഥോഡ് റേസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ ക്യാരക്ടേഴ്സ് ഒരു കാരണവശാലും എന്തൊക്കെയായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇതിനകത്ത് വെച്ചിട്ടുള്ള ഇലക്ട്രോഡിന്റെ മെറ്റീരിയലുമായിട്ടോ അല്ലെങ്കിൽ രണ്ടാമത് എന്താണ് ഈ ട്യൂബിനകത്ത് പ്രസന്റ് ആയിട്ടുള്ള ഗ്യാസിന്റെ നേച്ചറുമായിട്ടോ ഒന്നും തന്നെ ഇവര് യാതൊരു തരത്തിലും ബന്ധം കാണിക്കുന്നില്ല. Thus we can conclude that electrons are ബേസിക് കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ഓൾ ദി ആറ്റംസ്. അങ്ങനെ ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തത് എല്ലാ ആറ്റംസിൻ്റെയും ബേസിക് കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇനി നോക്കാനുള്ളത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. ജെ തോംസൺ ആണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഈ ഒരു എന്താണ് ഇലക്ട്രോണിൻ്റെ ചാർജിനെ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്തു, പിന്നെ ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ മാസിനെ എം ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു റേഷ്യോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആദ്യമേ തന്നെ പറയാം. ഇ ബൈ എം ഇ ഇസ് ഈക്വൽ ടു ആ വാല്യൂ പഠിച്ചു വെക്കുക, 1.758820 ഇൻറ്റു 10⁻11 കൂളും പെർ കിലോഗ്രാം. അപ്പോൾ ഇതിലോട്ട് എത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ചില ഒബ്സർവേഷൻ, ചില എക്സ്പെരിമെൻ്റൽ
ഒബ്സർവേഷനിലൂടെയാണ്. അതായത് ഇലക്ട്രോൺ, നമ്മൾ ഈ പറഞ്ഞ ഡിസ്ചാർജ് ട്യൂബിലൂടെ കാഥോഡ് റേസ് ഉണ്ടായി. അതായത് അതിൻ്റെ ഇലക്ട്രോണുകൾ എന്നാണ് പറയുന്നത്. ഈ ഇലക്ട്രോണുകളുടെ പാത്ത് സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. എപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡോ ഒരു മാഗ്നറ്റിക് ഫീൽഡോ അവരെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എങ്കിൽ ഇവർ സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഇനി അതിൻ്റെ അവരുടെ പാത്തിനിടയിലായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം മനസ്സിലാക്കി ഇവർ മൂവ് ചെയ്യുന്ന പാത്ത് വേരിയേഷൻ വരുന്നുണ്ട്, ഡിഫ്ലക്ഷൻ വരുന്നുണ്ട് എന്നുള്ളത്. ഇതാണ് ആ ഒരു എക്സ്പെരിമെൻറ്റ്. ഈ ഒരു കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിനകത്ത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് നമ്മുടെ റേസ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യാണ്, സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡും അതുപോലെ പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡും വെച്ചിട്ടുണ്ട്. എന്തിന് പെർപെൻഡിക്കുലർ ആയിട്ട്? ദ പാത്ത് ഓഫ് കാഥോഡ് റേസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ രണ്ട് ഫീൽഡും വന്നതിനനുസരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോവേണ്ട റേസിന് എന്ത് പറ്റുകയാണ്? ഡിഫ്ലക്ഷൻ വരികയാണ്. അവർ എ എന്നുള്ള പോയിന്റിലോട്ടും സി എന്നുള്ള പോയിന്റിലോട്ടും ഡിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. ഒരു സെർട്ടൻ രീതിയിൽ ഇവരെ ഈ ഫീൽഡുകളെ ഒന്ന് ക്രമീകരിച്ച് ബാലൻസ് ചെയ്തെടുത്താൽ മാത്രമേ ഇവർ പിന്നെ സ്ട്രെയിറ്റ് ലൈനിലോട്ട് തന്നെ മൂവ് ചെയ്യുന്നതുള്ളൂ എന്നും അയാൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞത്, ഇങ്ങനെ ഡീവിയേഷൻ ഉണ്ടാവുന്നതിന്, ഇങ്ങനെ നമ്മുടെ ഇലക്ട്രോൺസിന് അല്ലെങ്കിൽ ഈ കാഥോഡ് റേസിൻ്റെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാകുന്നത് എന്തൊക്കെ കാരണം കൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഒരു 3 പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഒന്നാമത്തേന്ന് പറയുന്നത്, ഈ ഒരു പാർട്ടിക്കിൾ, ഈ ഒരു ഇലക്ട്രോണിന് ഉള്ള ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ, ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ചാർജിൻ്റെ വില എത്രത്തോളം വലുതാകോ അത്രത്തോളം ഡിഫ്ലക്ഷൻ കൂടും എന്ന് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഒബ്സർവേഷനിൽ പറഞ്ഞത്, ഈ പാർട്ടിക്കിൾ, ഇങ്ങനെ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ലൈറ്റർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട്, അതായത് ലൈറ്റ് എന്ന് വെച്ചാൽ ഒട്ടും മാസ് വളരെ കുറവാണെങ്കിൽ ഡിഫ്ലക്ഷൻ കൂടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒബ്സർവേഷൻ. മൂന്നാമത് പറഞ്ഞത്, ഈ റേസ് മൂവ് ചെയ്യുന്ന ഭാഗത്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഹൈ സ്ട്രെങ്ത് ആണെങ്കിൽ, ആ ഫീൽഡുകളുടെ സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ അപ്പോൾ ഡിഫ്ലക്ഷൻ, ഇലക്ട്രോൺസിൻ്റെ ഡിഫ്ലക്ഷനും കൂടും എന്നും കണ്ടുപിടിച്ചു, എന്നും ഒബ്സർവ് ചെയ്തു. സോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ ചാർജ് ടു മാസ് റേഷ്യോ എക്സ്പെരിമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസ് എടുത്ത് കൊടുക്കാം. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ളത് കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കാം ക്വസ്റ്റ്യൻ വരുന്നത്. എന്തായാലും ഈ ഒരു വാല്യൂ നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, എം ഇ എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ. അതിൻ്റെ വാല്യൂ, ഈ ഒരു ചാർജ് ടു മാസ് റേഷ്യോൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.758820 ഇൻറ്റു 10⁻11 കൂളൂം പെർ കിലോഗ്രാം. അടുത്ത് വരുന്നത് ചാർജ് ഓൺ ദി ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ്. R.A. മില്ലിക്കൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് വഴിയാണ് കണ്ടുപിടിച്ചത്. ഇത് ഇക്കഴിഞ്ഞ DFI എക്സാം, ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. R.A. മില്ലിക്കൻ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ച എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അദ്ദേഹം കണ്ടുപിടിച്ചത് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് -1.6 ഇൻറ്റു 10⁻⁻19 കൂളും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മളിൽ E/ME റേഷ്യോയും ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജും കണ്ടുപിടിച്ചു. സോ അതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസും കൂടി ഇവിടെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. മാസ് ഓഫ് ദി ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.1094 ഇൻറ്റു 10⁻31 കിലോഗ്രാം ആണെന്നുള്ളത്. അടുത്ത് നോക്കേണ്ടത് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇതും സെയിം കാഥോഡ് റേ ട്യൂബിൽ തന്നെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ജസ്റ്റ് ആ ട്യൂബിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. മോഡിഫൈഡ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ് വഴിയാണ് പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും കണ്ടുപിടിച്ചത്. ഇതിൽ പറയുന്നത് ലീഡ് ടു ദി ഡിസ്കവറി ഓഫ് കനാൽ റേസ് എന്നാണ്. കനാൽ റേസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ്. നമ്മൾ നേരത്തെ കാഥോഡ് റേസ് എന്ന് പറഞ്ഞത് ഏതാണ്? നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇവിടെ ഇവർ കനാൽ റേസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ്. ദാറ്റ് മീൻസ് പ്രോട്ടോൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫോം ചെയ്ത പ്രോട്ടോൺസിനെ, ഇവരിവിടെ കണ്ടുപിടിച്ച പ്രോട്ടോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വെച്ചോ. ഒന്ന്, അൺലൈക്ക് കാഥോഡ് റേസ്, മാസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഗ്യാസ് പ്രസന്റ് ഇൻ ദി കാഥോഡ് റേ ട്യൂബ്. ദീസ് ആർ സിംപ്ലി ദ പോസിറ്റീവ്ലി ചാർജ്ഡ് ഗേഷ്യസ് അയോൺസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നേരത്തെ കാഥോഡ് റേസ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടേഴ്സും, കാഥോഡ് റേസിൻ്റെ ഒരു ക്യാരക്ടേഴ്സും ആ ഒരു ട്യൂബിനകത്തുള്ള ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ നേച്ചർ, ഇവരുടെ
ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ആ ഗ്യാസിന്, ആ ട്യൂബിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ഗ്യാസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. 2, ദ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ദി പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ് ഓൺ ദി ഗ്യാസ് ഫ്രം വിച്ച് ദീസ് ഒറിജിനേറ്റ്. ഇവരുടെ ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഇവരുടെ ചാർജ് ടു മാസ് റേഷ്യോയും ആ ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സം ഓഫ് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ക്യാരി എ മൾട്ടിപ്പിൾ ഓഫ് ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജ്. പിന്നെ ദ ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇൻ ദി മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക്കൽ ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഒബ്സർവ്ഡ് ഫോർ ഇലക്ട്രോൺ ഓർ കാഥോഡ് റേസ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫ്ലക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് കാഥോഡ് റേസിന് എന്താണോ ഒബ്സർവ് ചെയ്തത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ കാര്യത്തിൽ കണ്ടുപിടിച്ചത്. പിന്നെ വരുന്നത് ദ സ്മോളസ്റ്റ്, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളതും ലൈറ്റസ്റ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ളതുമായ പോസിറ്റീവ് അയോൺസ്, ഹൈഡ്രജനിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത പോസിറ്റീവ് അയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. ദിസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ വാസ് ക്യാരക്ടറൈസ്ഡ് ഇൻ 1919. ലേറ്റർ എ നീഡ് വാസ് ഫെൽറ്റ് ഫോർ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾ ആസ് വൺ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ആറ്റം. ദീസ് പാർട്ടിക്കിൾസ് വെയർ ഡിസ്കവേർഡ് ബൈ ചാഡ്വിക്. പിന്നീട് ആദ്യം പ്രോട്ടോണിനെ കണ്ടുപിടിച്ചു, അതിനുശേഷം പിന്നെ ചാഡ്വിക്ക് ന്യൂട്രോണിനെ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത്? ബൈ ബൊംബാർഡിങ് എ തിൻ ഷീറ്റ് ഓഫ് ബെറിലിയം ബൈ ആൽഫ പാർട്ടിക്കിൾസ്. ബെറിലിയത്തിൻ്റെ തിൻ ഷീറ്റിനെ എന്ത് ചെയ്യണം? ആൽഫ പാർട്ടിക്കിൾസുമായിട്ട് ബൊംബാർഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ ന്യൂട്രോൺസിനെ കിട്ടുന്നത്. വെൻ ഇലക്ട്രിക്കലി ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഹാവിങ് എ മാസ് സ്ലൈറ്റ്ലി greater than that of protons were emitted. He named these particles as neutrons. ന്യൂട്രോൺസ് എന്ന് നെയിം ചെയ്തു. പിന്നെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെ ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ഇ, പ്രോട്ടോൺസ് ആണെങ്കിൽ സ്മോൾ പി, ന്യൂട്രോൺസ് ആണെങ്കിൽ സ്മോൾ എൻ. ഇവരുടെ അബ്സല്യൂട്ട് ചാർജ്, ന്യൂട്രോൺ ആണെങ്കിൽ ചാർജ് ഇല്ല, ഇലക്ട്രോൺ ആണെങ്കിൽ -1.60 2176 × 10⁻⁻19. പ്രോട്ടോണിനും സെയിം ചാർജ് തന്നെ, പക്ഷേ മൈനസ് മാറി പ്ലസ് ആവും. പിന്നെ ഇവരുടെ മാസ് ഡിഫറെൻ്റ് ആണ്, നോക്കി വയ്ക്കുക. മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ട്രോണിന് 9.109382 × 10⁻31. പ്രോട്ടോണിനും ന്യൂട്രോണിനും ഏകദേശം സെയിം ആയിട്ടുള്ള ചാർജാണ്, പക്ഷേ കുറച്ച് ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ പ്രോട്ടോൺ ആണെങ്കിൽ 1.6726 വരും, ഇവിടെ ന്യൂട്രോൺ ആണെങ്കിൽ 1.6749, ഇങ്ങനെ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ കൂടെ നോക്കി വയ്ക്കുക. Yeshuda Edu Platform, a complete education channel for cracking competitive exams for your dream career in life science field as well as Kerala PSC exams. Please like, share and subscribe for more videos.